നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ തട്ടിവിടുന്നൊരു ഫുട്ബോൾ കുറച്ചു ദൂരം പോയിട്ട് തനിയെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? പക്ഷെ ഇതേ ഫുട്ബോൾ ബഹിരാകാശത്തായിരുന്നെങ്കിലോ? അത് ഒരേ വേഗത്തിൽ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനെല്ലാം പിന്നിലെ രഹസ്യമെന്താണ്? അതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്ന ചലന നിയമങ്ങൾ. ശരി, നമുക്ക് ഒന്നാമത്തെ നിയമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വടംവലി കണ്ടില്ലേ? രണ്ട് ടീമുകളും ഒരേ ശക്തിയിലാ വലിക്കുന്നതെങ്കിൽ ഈ കയർ ഒരിടത്തും പോകില്ല, അല്ലേ? അനങ്ങാതെ അവിടെ തന്നെ നിൽക്കും. പക്ഷേ ഒരു ടീം കുറച്ചുകൂടി ശക്തിയായിട്ട് വലിച്ചാലോ? ആ ജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു ശക്തിയുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതാണ് ബലം. അപ്പോ നമ്മൾ സംസാരിക്കുന്നത് ബലങ്ങളെക്കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റും എപ്പോഴും ബലങ്ങളുണ്ട്. നമ്മളൊരു വാതിൽ തള്ളുന്നത്, കാറ്റ് മരത്തിനെ ഉലയ്ക്കുന്നത്, ഇതൊക്കെ ബലമാണ്. പക്ഷേ ഒരു രസകരമായ ചോദ്യമുണ്ട്. ഒരേ മേശയെ രണ്ടുപേർ എതിർദിശയിൽ നിന്ന് തള്ളിയാൽ എന്തു സംഭവിക്കും? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എല്ലാ ബലങ്ങളും ചലനത്തിന് കാരണമാകുമോ? ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിട്ട് തോന്നാം, അല്ലേ? പക്ഷേ സത്യം പറഞ്ഞാൽ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളിലേക്കുള്ള വാതിൽ തുറക്കുന്നത് ഈ ഒരു ചോദ്യമാണ്. ശരി, അപ്പോൾ നമുക്ക് ഈ ബലങ്ങളെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. അതായത് സന്തുലിത ബലങ്ങളും അസന്തുലിത ബലങ്ങളും. എന്താണിവ തമ്മിലുള്ള വ്യത്യാസം? അതുതന്നെയാണ് ചലനത്തെ തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചിത്രങ്ങളിലേക്കൊന്ന് നോക്കിയേ. ഇടതുവശത്ത് കണ്ടോ? രണ്ടുപേരും ഒരേ ശക്തിയിലാ മേശ തള്ളുന്നത്. 150 ന്യൂട്ടൺ. അപ്പോൾ എന്തുപറ്റി? മേശ അനങ്ങുന്നില്ല. ഇനി വലതുവശത്ത് നോക്കൂ. ഒരാൾ 150 ന്യൂട്ടണിലും മറ്റേയാൾ 120 ന്യൂട്ടണിലുമാണ് തള്ളുന്നത്. ഇപ്പോൾ മേശ നീങ്ങുന്നുണ്ട്. ഒരേപോലെയുള്ള സാഹചര്യമല്ലേ? പിന്നെന്താ ഈ വ്യത്യാസം? ആ വ്യത്യാസത്തിന് പിന്നിലുള്ള രഹസ്യത്തിന്റെ പേരാണ് പരിണതബലം അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ്. സംഭവം സിമ്പിളാണ്. ഒരു വസ്തുവിൽ പല ഭാഗത്തുനിന്നും ബലങ്ങൾ വരുമ്പോൾ അവയുടെയെല്ലാം ഒരു ആകെ തുകയുണ്ടാകുമല്ലോ. അതാണ് ഈ പരിണതബലം. ഇതാണ് ഒരു വസ്തു അനങ്ങുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന്റെ കണക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എതിർദിശയിലുള്ള ബലങ്ങളെ നമ്മൾ ഒന്നിൽ നിന്ന് മറ്റൊന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒന്നിന് പോസിറ്റീവ് വിലയും മറ്റേതിന് നെഗറ്റീവ് വിലയും കൊടുക്കുന്നു. ആദ്യത്തെ കേസിൽ 150 - 150. ഉത്തരം 0. അതുകൊണ്ട് ചലനമില്ല. രണ്ടാമത്തെ കേസിൽ 150 - 120. ബാക്കി 30 ന്യൂട്ടൺ. ഈ 30 ന്യൂട്ടൺ ബലം കാരണം മേശ ചലിച്ചു. കണ്ടോ? ഇത്രയുള്ളൂ കാര്യം. അപ്പോൾ നമുക്കിതൊന്ന് ചുരുക്കി പറയാം. സന്തുലിത ബലങ്ങൾ, അതായത് ബാലൻസ്ഡ് ഫോഴ്സസ് ഉള്ളപ്പോൾ പരിണിത ബലം 0 ആയിരിക്കും. അതുകൊണ്ട് നിശ്ചലമായിരിക്കുന്നൊരു വസ്തു ചലിക്കില്ല. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനും മാറ്റവും വരില്ല. എന്നാൽ അസന്തുലിത ബലങ്ങൾ, അതായത് അൺബാലൻസ്ഡ് ഫോഴ്സസ് വരുമ്പോഴോ പരിണിത ബലം 0 അല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നിശ്ചലമായ വസ്തു ചലിക്കാൻ തുടങ്ങും. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ വേഗതയോ ദിശയോ മാറും. ഇത്രയുള്ളൂ സംഭവം. ശരി, അപ്പോൾ ബലങ്ങളെപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് ഗലീലിയോ എന്ന മഹാനായ ശാസ്ത്രജ്ഞന്റെ ഒരു ചിന്താപരീക്ഷണത്തിലേക്ക് പോകാം. കാരണം സർ ഐസക് ന്യൂട്ടന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കിയത് ഗലീലിയോയുടെ ഈയൊരു ചിന്തയായിരുന്നു. അപ്പോൾ ഗലീലിയോ മനസ്സിൽ ഒരു പരീക്ഷണം സങ്കൽപ്പിക്കുകയാണ്. മിനുസമുള്ള, അതായത് കർഷണം തീരെയില്ലാത്ത വളഞ്ഞ ഒരു ചാനല്. അതിന്റെ ഒരറ്റത്ത് നിന്ന് അദ്ദേഹം ഒരു മാർബിൾ താഴേക്ക് ഉരുട്ടിവിടുന്നു. അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഏതു ഉയരത്തിൽ നിന്നാണോ ആ മാർബിൾ ഉരുട്ടിവിട്ടത്, അത് ഉരുണ്ടുപോയിട്ട് മറുവശത്ത് ഏകദേശം അതേ ഉയരത്തിലേക്ക് തന്നെ തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഗലീലിയോയുടെ മനസ്സിൽ ഒരു കിടിലൻ ചോദ്യം വന്നു. ഇനി ആ മറുവശം അങ്ങോട്ട് ചെരിവില്ലാതെ പൂർണ്ണമായും നിരപ്പായിരുന്നെങ്കിലോ? അപ്പോൾ എന്ത് സംഭവിക്കും? ആ മാർബിളിന് ഒരിക്കലും തുടങ്ങിയ ഉയരത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്താ? യാതൊരു തടസ്സവുമില്ലെങ്കിൽ അത് എന്നേക്കുമായി ഒരേ വേഗത്തിൽ ഉരുണ്ടുകൊണ്ടേയിരിക്കും. അതായത് നേർരേഖയിലൂടെ ഒരേ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കാൻ ഒരു ബാഹ്യബലത്തിന്റെ ആവശ്യമില്ല. ഇതായിരുന്നു ഗലീലിയോയുടെ ആ മഹത്തായ കണ്ടെത്തൽ. ഇത് ശരിക്കും ഒരു വിപ്ലവമായിരുന്നു. കാരണം അന്നുവരെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഒരു വസ്തു ചലിക്കണമെങ്കിൽ എപ്പോഴും അതിനെ തള്ളുകയോ വലിക്കുകയോ വേണമെന്നായിരുന്നു. പക്ഷെ ഗലീലിയോ പറഞ്ഞു, അങ്ങനെയല്ല, ചലനം മാറ്റാൻ മാത്രം മതി ബലം, അത് നിലനിർത്താൻ വേണ്ട. അപ്പോൾ ഗലീലിയോ തുടങ്ങിവെച്ച ഈ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സർ ഐസക് ന്യൂട്ടൺ തന്റെ പ്രശസ്തമായ ഒന്നാം ചലന നിയമം രൂപീകരിച്ചത്. നമുക്കതെന്താണെന്ന് നോക്കാം. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഒരു അസന്തുലിതമായ ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിന്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ നേർരേഖയിലുള്ള ഒരേ വേഗത്തിലുള്ള ചലനത്തിനും തുടരും. സിമ്പിളായി പറഞ്ഞാൽ എല്ലാ വസ്തുക്കൾക്കും ഒരുതരം മടിയുണ്ട്. അനങ്ങാതെ ഇരിക്കുന്നൊരു കല്ല് തനിയെ അനങ്ങില്ല. ഉരുണ്ടുപോകുന്ന ഒരു പന്ത് തനിയെ നിൽക്കുകയുമില്ല, ദിശ മാറുകയുമില്ല. പുറത്തുനിന്നൊരു ബലം വരുന്നതുവരെ അവ അതേ അവസ്ഥയിൽ തുടരും. ഈ മടിക്ക്
അതായത് മാറ്റത്തെ ചെറുക്കാനുള്ള ഈ പ്രവണതയ്ക്ക് ഫിസിക്സിൽ പറയുന്ന പേരാണ് ജഡത്വം അല്ലെങ്കിൽ ഇനർഷ്യ. ഒരു വസ്തുവിന് എത്രത്തോളം മാസ് ഉണ്ടോ അത്രത്തോളം ജഡത്വവും കൂടുതലായിരിക്കും. ഉദാഹരണത്തിന്, ഒരു സൈക്കിള് തള്ളി നീക്കുന്നതാണോ അതോ ഒരു കാർ തള്ളി നീക്കുന്നതാണോ എളുപ്പം? കാറിന് മാസ് കൂടുതലാണ്, അതുകൊണ്ട് അതിന്റെ ജഡത്വവും കൂടുതലാണ്. ഈ ജഡത്വത്തെ നമുക്ക് രണ്ടായിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തത് നിശ്ചല ജഡത്വം, അതായത് അനങ്ങാതെ ഇരിക്കുന്ന ഒരു വസ്തുവിന് തനിയെ ചലിക്കാൻ കഴിയില്ല. രണ്ടാമത്തേത് ചലനജഡത്വം, അതായത് ഒരേ വേഗത്തിൽ നേർരേഖയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് തനിയെ നിൽക്കാനോ ദിശ മാറ്റാനോ കഴിയില്ല. ഇത് നമുക്കെല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണല്ലേ. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ നമ്മൾ പുറകിലേക്ക് അങ്ങ് ആയുന്നത് കണ്ടിട്ടില്ലേ? അതാണ് നിശ്ചല ജഡത്വത്തിന് ഏറ്റവും നല്ല ഉദാഹരണം. ബസ് മുന്നോട്ട് പോയി, പക്ഷെ നമ്മുടെ ശരീരം അതിന്റെ പഴയ അവസ്ഥയിൽ, അതായത് നിശ്ചലാവസ്ഥയിൽ തുടരാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമമാണ് നമ്മളെ പുറകിലേക്ക് തള്ളുന്നത്. ദാ ഇത് നോക്കൂ. ഒരു ഗ്ലാസിന്റെ മുകളിൽ ഒരു കാർഡ് വെച്ച് അതിനു മുകളിൽ ഒരു നാണയം വെച്ചിട്ട് നമ്മൾ കാർഡ് തട്ടിത്തെറിപ്പിച്ചാൽ നാണയം നേരെ ഗ്ലാസിലേക്ക് വീഴും. അതുപോലെ അടുക്കി വെച്ച ക്യാരംസ് കോയിനുകളുടെ ഏറ്റവും താഴെയുള്ള ഒന്നിനെ സ്ട്രൈക്കർ വെച്ച് തട്ടിയാൽ ആ ഒരെണ്ണം മാത്രം തെറിച്ചുപോകും, മുകളിലുള്ളവ അതേപടി താഴേക്കിരിക്കും. എന്തുകൊണ്ടാ? ആ നാണയത്തിനും കോയിനുകൾക്കും അനങ്ങാനുള്ള മടി കാരണം. അതാണ് ജഡത്വം. അപ്പോൾ അതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം അഥവാ ജഡത്വ നിയമം. ബലങ്ങൾ സന്തുലിതമാകുമ്പോൾ, അതായത് പരിണിത ബലം 0 എന്ത് സംഭവിക്കുമെന്ന് നമുക്കിപ്പോൾ വ്യക്തമായി അറിയാം. പക്ഷേ അടുത്ത ചോദ്യം ഇതാണ്: ഒരു അസന്തുലിതമായ ബലം ഒരു വസ്തുവിൽ പ്രയോഗിക്കുമ്പോൾ കൃത്യമായി എന്ത് സംഭവിക്കും? ഈയൊരു ചോദ്യമാണ് നമ്മളെ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിലേക്ക് കൊണ്ടുപോകുന്നത്.